ഒരു സ്വകാര്യ കമ്പനി അതിന്റെ ഓഹരികൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് പൊതുജനങ്ങൾക്ക് ആദ്യമായി നൽകുന്ന പ്രക്രിയയാണ് IPO. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സുപ്രധാന സംഭവമാണ്. ഇന്ത്യൻ വിപണി ചരിത്രത്തിൽ ഏറ്റവും വലിയ IPO ആണ് വരാൻ പോകുന്നത്. IPOയുടെ കൂടുതൽ വിശദാംശം നോക്കാം. ഹ്യുണ്ടായ് മോട്ടോർ കമ്പനി 1967 സ്ഥാപിതമായ ദക്ഷിണ കൊറിയയിലെ സോൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ദക്ഷിണ കൊറിയൻ ബഹുരാഷ്ട്ര ഓട്ടോമോട്ടീവ് നിർമ്മാതാവാണ് ഹ്യുണ്ടായ് മോട്ടോർ കമ്പനി. ഹ്യുണ്ടായ് മോട്ടോർസ് എന്നും സാധാരണയായി ഹ്യുണ്ടായ് എന്നും അറിയപ്പെടുന്നു. നിലവിൽ കിയ കോർപ്പറേഷന്റെ കൂടാതെ ആഡംബര കാറുകളുടെ അനുബന്ധ സ്ഥാപനമായ ജെനസിസ് അവരുടെ ഇലക്ട്രിക് വാഹന ബ്രാൻഡായ അയോണിക് 3 ബ്രാൻഡുകളും മൊത്തത്തിൽ ഹ്യുണ്ടായ് മോട്ടോർ ഗ്രൂപ്പാണ്. ജനറൽ ഇൻഫർമേഷൻ. ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ IPO ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായിയുടെ ഇന്ത്യൻ വിഭാഗമായ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രാരംഭ പബ്ലിക് ഓഫർ 2024 ഒക്ടോബർ 14 അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. 2003 മാരുതി സുസുക്കിയുടെ ലിസ്റ്റിംഗിന് ശേഷം 2 ദശാബ്ദത്തിനിടെ ഒരു കാർ നിർമ്മാതാവ് ഇന്ത്യയിൽ ആദ്യമായാണ് ലിസ്റ്റിംഗിന് ഇറങ്ങുന്നത്. രാജ്യത്തെ യാത്രാവാഹന വിപണിയിൽ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഏകദേശം 25,000 കോടി രൂപ വിലമതിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 21,000 കോടി രൂപയുടെ IPOയുമായി പബ്ലിക് ആയതിനു ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫറാണ് ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ IPO. ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ IPO വിശദാംശങ്ങൾ. പബ്ലിക് ഇഷ്യൂവിനൊപ്പം ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായ് മോട്ടോർ 10 രൂപ മുഖവിലയുള്ള 14.22 കോടി ഓഹരികൾ ഓഫ്ലോഡ് ചെയ്യും. ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജർമാരുമായി കൂടിയാലോചിച്ച് പ്രൈസ് ബാൻഡും ഓഫർ വിലയും നിശ്ചയിക്കുമെന്ന് ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ അറിയിച്ചു. ഹ്യുണ്ടായ് മോട്ടോർ കമ്പനി അതിന്റെ ഇന്ത്യൻ യൂണിറ്റിന്റെ പ്രാരംഭ പബ്ലിക് ഓഫറിനായി $19 ബില്യൺ മൂല്യനിർണ്ണയം തേടുന്നു. ബിസിനസ്സിലെ 17.5% ഓഹരി വിൽക്കാൻ പദ്ധതിയിടുന്ന കാർ നിർമ്മാതാവ് നിലവിലെ മൂല്യനിർണ്ണയ ലക്ഷ്യത്തിൽ ഏകദേശം $3.3 ബില്യൺ സമാഹരിച്ചേക്കാം. സാമ്പത്തിക വിശദാംശങ്ങൾ. ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ പേപ്പറുകൾ പ്രകാരം 2023 ഡിസംബർ 31 അവസാനിച്ച 9 മാസ കാലയളവിലെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ വരുമാനം 52,157 കോടി രൂപയാണ്. 23 സാമ്പത്തിക വർഷത്തിൽ ഇത് 60,307 കോടി രൂപയും 2022 സാമ്പത്തിക വർഷത്തിൽ 47,378 കോടി രൂപയുമായി രേഖപ്പെടുത്തി. 2023 ഡിസംബർ 31 അവസാനിച്ച 9 മാസ കാലയളവിലെ കമ്പനിയുടെ മൊത്തം സമഗ്ര വരുമാനം 4,376 കോടി രൂപയാണ്. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ 4,692 കോടി രൂപയും 2022 സാമ്പത്തിക വർഷത്തിൽ 2,904 കോടി രൂപയുമാണ്. ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിനെ അപേക്ഷിച്ച് മൂല്യനിർണ്ണയ പ്രീമിയം അർഹിക്കുന്നു. ഇന്ത്യയിലെ 2ാമത്തെ വലിയ വാഹന നിർമ്മാതാക്കളെന്ന നിലയിൽ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ വിപണി വിഹിതം 2008 മുതൽ 15-17% സ്ഥിരത പുലർത്തുന്നു. കോമ്പാക്ട് ഇടത്തരം SUVകൾ പ്രത്യേകിച്ച് ക്രെറ്റ്, എക്സ്റ്റർ, വെന്യൂ മോഡലുകളാണ് ശക്തമായ പ്രകടനത്തിന് കാരണമായത്. ഇതിന്റെ YTD ഓഗസ്റ്റ് മൊത്ത വ്യാപാരം 2% വർദ്ധിച്ചു. വ്യവസായ വിൽപ്പനയെ ചെറുതായി കുറച്ചുകൊണ്ട് വർഷത്തിൽ 6%, 2025-26 വളർച്ച വീണ്ടും ത്വരിതപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൺക്ലൂഷൻ. 25,000 കോടി രൂപ സമാഹരിക്കുമെന്ന പ്രതീക്ഷയോടെ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ വരാനിരിക്കുന്ന IPO ഇന്ത്യൻ ഇക്വിറ്റി വിപണിയിലെ ഒരു സുപ്രധാന നിമിഷമായി മാറുകയാണ്. ശക്തമായ വിപണി സാന്നിധ്യവും വൈദ്യുത വാഹനങ്ങളിലേക്കുള്ള വ്യാപനവും ഉള്ളതിനാൽ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ അരങ്ങേറ്റം വിജയിക്കാൻ സാധ്യതയുണ്ട്. വിപണി ഈ ലോഞ്ചിനായി തയ്യാറെടുക്കുമ്പോൾ നിക്ഷേപകർ ഇലക്ട്രിക് വാഹന വിഭാഗത്തിലെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളും ബന്ധപ്പെട്ട അപകടസാധ്യതകളും പരിഗണിക്കണം. Thank you.